മെയ് 17 ലോക വാർത്താവിനിമയ ദിനവും ലോക വിവരസമൂഹ ദിനവും. മെയ് 17 ലോക വാർത്താവിനിമയ ദിനവും ലോക വിവരസമൂഹ ദിനവുമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു. ആധുനിക ലോകത്ത് വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുണ്ടായ വളർച്ചയെയും സമൂഹത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. 1865 മെയ് 17 പാരീസിൽ വെച്ച് ഇൻ്റർനാഷണൽ ടെലഗ്രാം കൺവെൻഷൻ ഒപ്പിടുകയും ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമാവുകയും ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ദിവസം ലോക വാർത്താവിനിമയ ദിനമായി തിരഞ്ഞെടുത്തത്. 1969 മെയ് 17 മുതൽക്കാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം ആചരിച്ചു തുടങ്ങിയത്. ഇൻ്റർനെറ്റിൻ്റെ വരവോടെ വാർത്തകൾ പരസ്പരം കൈമാറുന്നതിൽ വിപ്ലവകരമായ പരിവർത്തനമുണ്ടായി. 2005 ട്യൂണിസിൽ നടന്ന വേൾഡ് സമ്മിറ്റ് ഓൺ ദ ഇൻഫർമേഷൻ സൊസൈറ്റിയെ തുടർന്ന് 2006 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം മെയ് 17 ലോക വിവരസമൂഹ ദിനമായും ആചരിക്കുന്നു. ഇൻ്റർനെറ്റ്, ഫോൺ തുടങ്ങിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. കുടുംബശ്രീ ദിനം. കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഭൂപടത്തിൽ നിർണായകമായ മാറ്റങ്ങൾ കുറിച്ച പ്രസ്ഥാനമാണ് കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, നബാർഡ് എന്നിവയുടെ സഹായത്തോടെ കേരളത്തിൽ ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ കുടുംബശ്രീ പ്രസ്ഥാനം. 10 വർഷം കൊണ്ട് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 1998 മെയ് 17 മലപ്പുറത്ത് അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അയൽക്കൂട്ടം, ഏരിയ വികസന സമിതി, കമ്മ്യൂണിറ്റി വികസന സമിതി എന്നിങ്ങനെ വിവിധ ഘടകങ്ങളായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ കീഴിൽ കഫേ കുടുംബശ്രീ, കുടുംബശ്രീ ഹോട്ടൽ, സാന്ത്വനം, മൈക്രോ ഫിനാൻസ്, കുടുംബശ്രീ ട്രാവൽസ് തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മകളിൽ ഒന്നാണ്. ഇതിന് തുടക്കം കുറിച്ച മെയ് 17 എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കുകയും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബശ്രീയുടെ വിജയഗാഥകൾ സ്മരിക്കാനും കൂടുതൽ കരുത്തോടെ മുന്നേറാനും ഈ ദിനാചരണം ആവേശം പകരുന്നു. കൗമുദി ടീച്ചർ ജന്മദിനം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിലും ഗാന്ധിയൻ പ്രസ്ഥാനത്തിലും സവിശേഷമായ സ്ഥാനമലങ്കരിക്കുന്ന വ്യക്തിത്വമാണ് കൗമുദി ടീച്ചർ. 1917 മെയ് 17 കണ്ണൂർ ജില്ലയിലെ കടലായിയിൽ പ്രമുഖ കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായിരുന്ന കടലായി കൃഷ്ണൻ നായരുടെ മകളായി ജനിച്ചു. 1934 ജനുവരി 14 ഹരിജൻ ഫണ്ട് ശേഖരത്തിനായി ഗാന്ധിജി വടകരയിലെത്തിയപ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗത്തിൽ ആകൃഷ്ടയായ ബാലികയായ കൗമുദി തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വള, കമ്മൽ, മാല തുടങ്ങിയ ആഭരണങ്ങൾ മുഴുവൻ ഗാന്ധിജിക്ക് ഊരി നൽകുകയും ഇനിമേലിൽ ആഭരണങ്ങൾ ധരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഇതേ സംബന്ധിച്ച് ഗാന്ധിജി കൗമുദിയുടെ ത്യാഗം എന്ന പേരിൽ തൻ്റെ പത്രമായ ഹരിജനിൽ ലേഖനം എഴുതി. ഈ സംഭവം കൗമുദിയെ ഇന്ത്യാ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തി. പിന്നീട് ടീച്ചർ ആയ അവർ വിവാഹം പോലും ഉപേക്ഷിച്ച് അധ്യാപനത്തിനും സാമൂഹ്യ സേവനത്തിനുമായി ജീവിതം സമർപ്പിച്ചു. ജീവിതാന്ത്യം വരെയും ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലളിത ജീവിതം നയിച്ച അവർ കൗമുദി ടീച്ചറായി എങ്ങും പ്രസിദ്ധയായി. 2009 ഓഗസ്റ്റ് 4 92-ാം വയസ്സിൽ അന്തരിച്ച അവർ
സ്ത്രീശക്തിയുടെയും ഗാന്ധിയൻ മൂല്യങ്ങളുടെയും ഉദാത്തമായ ഉദാഹരണമായി ഇന്നും സ്മരിക്കപ്പെടുന്നു.